ഹലോ സഹോദരി സഹോദരന്മാരെ, ഇത് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ജീവനുള്ളതാണ്. ഇപ്പോഴും എപ്പോഴും ജീവൻ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തോ അത് അതാത് സമയത്ത് ഏത് സമയത്തും നിറവേറ്റുവാൻ ശക്തിയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അതിനാവശ്യമായ ശക്തി ആ വചനത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം, the word of God is living and active. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും അത് ഊർജസ്വലവുമാണ്. അത് പാസീവല്ല, നിഷ്ക്രിയമല്ല, അത് ആക്റ്റീവാണ്, ജീവദായകമാണ്, ഊർജസ്വലമാണ്. It is sharper than any two-edged sword. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും അസ്ഥികളെയും മജ്ജകളെയും തുളച്ചു കയറുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അതിൽ തന്നെ ജീവനുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്തോ അത് നിവർത്തിക്കുവാൻ അത് ശക്തിയുള്ളതാണ്. ഉദാഹരണത്തിന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ വചനം, ആ വചനം ജീവനുള്ളതാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇപ്പോഴും ആ വചനത്തിൽ വിശ്വസിക്കുന്നവനെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഈ ജീവനുള്ള ദൈവത്തിലും ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിലുമാണ് നാം വിശ്വസിക്കേണ്ടത്. നിർജീവമായ ആരാധനകൾ, നിർജീവമായ മാനുഷിക സമ്പ്രദായങ്ങൾ ഒരു പ്രയോജനവും ചെയ്യുകയില്ല. നിർജീവമായ ഒരു വസ്തുവിനെ ആരാധിക്കുന്നത് നിഷ്പ്രയോജനമാണ്. നാം ആരാധിക്കേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കണം? സത്യ ആരാധകർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ദൈവത്തിൻ്റെ വചനം ആണ് സത്യം. അപ്പോൾ നാം ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് നാം ബോധ്യപ്പെടുക, നമ്മുടെ ഉള്ളിൽ അതേ ബോധ്യമുണ്ടാവുക എന്നാണ് അർത്ഥം. ഇന്ന് അനേക ആളുകളും ധരിച്ചിരിക്കുന്നത്, അനേക വിശ്വാസികളും പറയുന്നത്, ഞങ്ങൾ ബൈബിൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് അവരർത്ഥമാക്കുന്നത് ഈ ബൈബിൾ തത്വത്തിൽ ഞങ്ങൾ ശരിയെന്ന് അംഗീകരിക്കുന്നുവെന്നാണ്. എന്നാൽ ബൈബിളിൽ ക്രിസ്തു പറഞ്ഞതോ അപ്പോസ്തലന്മാർ പറഞ്ഞതോ പരിശുദ്ധാത്മാവിനാൽ പ്രേരിപ്പിതമായി മറ്റുള്ളവർ പറഞ്ഞതുമായ വചനങ്ങൾ ശരിയെന്ന് തത്വത്തിൽ അംഗീകരിച്ചതുകൊണ്ട് ആർക്കും പ്രയോജനം കിട്ടണമെന്നില്ല. ദൈവം പറഞ്ഞ വചനം ശരിയാണ്, ദൈവം പറഞ്ഞതായതുകൊണ്ട് അത് ശരി എന്ന് പറയുന്നതിനെ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഓരോ വചനവും അത് അങ്ങനെ തന്നെയെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ നാം അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അഥവാ നാം ഏത് വചനമാണോ ജീവനുള്ളതായി സജീവമായി വിശ്വസിക്കുന്നത്, ആ വചനത്തിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. തത്വത്തിൽ നാം എല്ലാ വചനവും ശരിയാണെന്ന് അംഗീകരിച്ചതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല.
മറിച്ച് ഏതെല്ലാം വചനങ്ങളാണോ നാം വിശ്വസിക്കുന്നത് അഥവാ ബോധ്യപ്പെടുന്നത്, അത് ശരിയെന്ന് നമ്മളുടെ ഉള്ളിൽ ബോധ്യപ്പെടുന്നത്, ശരിയെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യമുള്ള കാര്യങ്ങളെ അടിസ്ഥാനത്തിൽ നാം ചുവടുകൾ വയ്ക്കും. അങ്ങനെ ബോധ്യപ്പെടുന്ന വചനങ്ങളാണ്, ആ വചനങ്ങളാണ് നമുക്ക് പ്രയോജനമായി തീരുന്നത്. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, അവരെല്ലാം ആ വചനം കേട്ടുവെങ്കിലും കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കാരണം കേട്ട വചനം അവർ വിശ്വസിച്ചില്ല. കേട്ട വചനം വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് ഉപകാരമായി വരുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ ഓരോ വാക്കും വിശ്വസിക്കുവാനായിട്ട് ഇനി എത്രയധികം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ഓരോ വചനവും നാം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലമുണ്ടാവുകയും നമ്മുടെ ജീവിതം ശക്തിയുള്ളതായി തീരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വചനം വിശ്വസിക്കുന്നയാൾ, ആ സൗഖ്യശക്തി ആ മനുഷ്യനിൽ വ്യാപരിക്കുകയാണ്. എന്നാൽ പാപം, ഈ രോഗമെന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശരീരത്തിന്റെ രോഗവും മറ്റൊന്ന് ആത്മാവിന്റെ രോഗവും. ആത്മാവിന്റെ രോഗമാണ് പാപമെന്ന് പറയുന്നത്. ഏറ്റവും ഗൗരവമായ രോഗമെന്ന് പറയുന്നത് ആത്മാവിന്റെ രോഗമാണ്. കാരണം ശരീരത്തിന്റെ രോഗം ഈ പുരുഷൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം മാത്രമേ അവനെ അലട്ടുകയുള്ളൂ. എന്നാൽ ആത്മാവിന്റെ രോഗമാകുന്ന പാപം അവനെ നിത്യമായി എന്നേക്കും തീ നരകത്തിൽ പീഡിപ്പിക്കുവാൻ മതിയായതാണ്. അതുകൊണ്ട് ഒന്നാമതും ഏറ്റവും ഗൗരവമുള്ളതുമായ കാര്യം ആത്മാവിന്റെ രോഗമാവുന്ന പാപമാണ്. എന്നാൽ ആത്മാവിന്റെ രോഗമാവുന്ന പാപം യേശുവിന്റെ ആ കുരിശുമരണത്തിന്റെ അതിൽ വിശ്വസിക്കുന്നതിലൂടെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെ ആത്മാവിന്റെ പാപമാകുന്ന ആത്മാവിന്റെ രോഗമാകുന്ന പാപത്തിന് പരിഹാരം വരുന്നതോടുകൂടി തന്നെ ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ ശരീരത്തിന്റെ രോഗവും സൗഖ്യമാവുകയാണ്. ക്രിസ്തു പറഞ്ഞല്ലോ, തളർവാദ രോഗിയോട് ക്രിസ്തു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ മറുവശം അവന്റെ രോഗം സൗഖ്യമാവുകയാണ് ഉണ്ടായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുവന്റെ ശരീരത്തിന്റെ സൗഖ്യം നടക്കുന്നത് അവന്റെ പാപത്തിന്റെ മോചനത്തിലൂടെയാണ്. ആ പാപം മോചിപ്പിക്കുമ്പോൾ അതോടുകൂടി തന്നെ രോഗവും സൗഖ്യമാകും.